മന്ത്രി വി ശിവൻകുട്ടിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിൽ SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ലിനറ്റ് വർഗീസ് നൽകും കൂടുതൽ വിവരങ്ങൾ. ലിനറ്റ്, എവിടെ വെച്ചാണ് ഈ സംഘർഷമുണ്ടായത്? വാക്കേറ്റമല്ലല്ലോ, ഇത് നല്ല അടിയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു അടി ഉണ്ടാവുകയും ചെയ്തത്. എവിടെ വെച്ചാണ് മന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമിച്ചത്? എവിടെ നിന്നാണ് SFI പ്രവർത്തകർ വന്നത്? ബിനിൽ, നിലവിൽ മന്ത്രി ശിവൻകുട്ടി കോഴിക്കോടുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ പരിപാടികളുണ്ട്. ഈ പരിപാടിയിൽ പങ്കെടുക്കാനായി ഈ സ്ഥലത്തേക്ക് തളി ക്ഷേത്രത്തിനടുത്തുള്ള സാമൂതിരി സ്കൂളിലേക്ക് എത്തുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. യുവമോർച്ച പ്രവർത്തകർ മന്ത്രി ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി കാണിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന SFI പ്രവർത്തകർ ഇടപെടുകയും അവിടെ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്കൊക്കെ തന്നെ അവസാനിച്ച ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഒരുപാട് പ്രവർത്തകർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. അതേസമയം തന്നെ പോലീസ് ഇതിൽ നടപടിയെടുത്തില്ല എന്നാണ് BJPയുടെ സിറ്റിയുടെ അധ്യക്ഷൻ തന്നെ ഈ പ്രകാശ് ബാബു പറയുന്നത്. പ്രത്യേകിച്ച് ഇതിൽ നടപടിയെടുത്തില്ല എന്നും പോലീസ് അവിടെ നോക്കുകുത്തികളെ പോലെ നിന്നു എന്നൊക്കെ തന്നെയാണ് ഇവിടെ ആരോപിച്ചിരിക്കുന്നത്. സംഭവത്തിൽ നടപടിയെടുത്തില്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ തങ്ങൾ തിരിച്ചടിക്കുമെന്ന് വിവാദപരമായ പരാമർശവും അദ്ദേഹം ഇവിടെ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ടത് SFI യുവമോർച്ച സംഘർഷമായിരുന്നു ഈ സമയത്ത് ഉണ്ടായിരുന്നത്. കാരണം ഈ ഒരു ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവാദത്തിൽ ഈ പ്രതിഷേധം അരയടിക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് മന്ത്രി ഇവിടെ ഉള്ളതിനാൽ പരിപാടിയിൽ പങ്കെടുക്കാനായി ഇവിടേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ യുവമോർച്ച പ്രവർത്തകരുടെയും BJP പ്രവർത്തകരുടെയും ഒക്കെ തന്നെ പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിനിടെയാണ് SFI പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഇവരെ യുവമോർച്ച പ്രവർത്തകരെ SFI പ്രവർത്തകരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. പരിക്കേറ്റവരെ ബീച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബിനിൽ, അതിനിടയിൽ ലിനറ്റ്, ഇത് വലിയ രീതിയിലുള്ള ഒരു അടിയാണല്ലോ അവിടെ ഉണ്ടായിട്ടുള്ളത്. പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണല്ലോ SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്യുന്നത്. പോലീസ് അത് തടഞ്ഞില്ലേ? പോലീസ് ഇത് തടയാനുള്ള ശ്രമം നടത്തിയിരുന്നു. മന്ത്രി ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ സമയത്ത് ഈ ഒരു പോലീസ് ഈ ഒരു പ്രവർത്തകനെ പിടിക്കുന്ന സമയത്താണ് SFI പ്രവർത്തകർ അവിടേക്ക് ഓടി വരികയും ഈ ഒരു പ്രവർത്തകനെ തല്ലാൻ ശ്രമിക്കുകയും ചെയ്തത്. അതിനിടെയാണ് ഈ യുവമോർച്ച പ്രവർത്തകരും SFI പ്രവർത്തകരും ആദ്യം വാക്കേറ്റം ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് പിന്നീട് അതൊരു കയ്യാങ്കളിയിലേക്ക് അവസാനിക്കുന്നതും അതിനുശേഷം പോലീസിന്റെ നേതൃത്വത്തിൽ അവിടെയുള്ളവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതും മാറ്റുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഒരു പരിക്കേറ്റവരൊക്കെ തന്നെ ആശുപത്രിയിലാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കോഴിക്കോടുള്ള BJP ഓഫീസിലോട്ട് ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ഒരുപാട് പ്രവർത്തകരാണ് ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് എന്നുള്ളതല്ലേ ലിനറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? അതായത് പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ തിരിച്ചടിക്കും എന്നാണ് ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് ബാബു തന്നെ പറയുന്നത്, അല്ലേ? തീർച്ചയായും ഇത്തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യമാണ് കോഴിക്കോടുള്ളത്. കാരണം ഈ ഒരു ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മന്ത്രി ശിവൻകുട്ടി ഈ കോഴിക്കോട് തുടരുന്ന സാഹചര്യത്തിൽ വീണ്ടും പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു BJP ഈ ഒരു യുവമോർച്ച SFI പ്രതിഷേധം ഈ ഒരു കയ്യേറ്റം ഒക്കെ ഉണ്ടായ സ്ഥിതിക്ക് ഇതിൽ കൃത്യമായ നടപടി എടുത്തില്ലെങ്കിൽ തങ്ങൾ വീണ്ടും പ്രതിഷേധവുമായും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായും മുന്നോട്ടിറങ്ങുമെന്നാണ് BJPയുടെ ഈ ഒരു കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. പ്രകാശ് ബാബു പറഞ്ഞിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു മണിക്കൂറിനുള്ളിൽ ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് അവരുടെ ഭാഗത്തുനിന്ന്. ശരി, വ്യക്തമാണ്. BJP ഓഫീസും തൊട്ടടുത്താണ്. ഈ സംഭവം നടന്ന തളി ക്ഷേത്രത്തിന് തൊട്ടടുത്താണ് BJP ഓഫീസ് ഉള്ളത്. ലിനറ്റ് BJP ഓഫീസിന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. നമുക്കപ്പോൾ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. കോഴിക്കോടാണ് ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടിയെ കരിങ്കൊടി കാണിക്കാൻ യുവമോർച്ച പ്രവർത്തകർ ശ്രമിക്കുകയും SFI പ്രവർത്തകരുമായി സംഘർഷമുണ്ടാവുകയും പോലീസ് നോക്കി നിൽക്കെ SFI പ്രവർത്തകർ യുവമോർച്ച പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്.